ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കാം. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത കാബൂളി കടലയാണ്. ഇത് തേങ്ങാക്കൊത്ത്. ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ഇതൊരു തക്കാളിയാണ്. ഇത് ആവശ്യമായ പൊടികളാണ്: 2½ ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, പിന്നെ ഇത് കുരുമുളക്, ജീരകം 1½ ടീസ്പൂൺ, ഒരു കുഞ്ഞ് പീസ് കറുവപ്പട്ട, 2 ഏലക്ക, ഒരു നുള്ള് ഉലുവാപ്പൊടി. ഇത് വഴറ്റാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുക, ഇതൊരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് കടുക് താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്: ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, 2 മുളക് മുറിച്ചത്. പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിൽ തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തിൻ്റെ കൂടെ 1 സ്പൂൺ ഉപ്പും കൂടെ ഇടും. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. തേങ്ങാക്കൊത്ത് നല്ല ചുമക്കെ വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് മാത്രമായിട്ട് ഒന്നിട്ട് കൊടുക്കാം. അത് ചെറുതീയിൽ നല്ലതായിട്ട് ഇളക്കണം. ഇളക്കി ഒന്ന് വഴലുമ്പോൾ സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്ക് സവാളയും മുളകും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കും. സവാള ഒരുവിധം വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കും. പൊടികളെല്ലാം മൂത്തൊരു ചെറിയ നല്ല മണം വരുമ്പോൾ നമുക്ക് കടല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇനി ഞാൻ കടല ഇതിനകത്തോട്ട് ഇടുകയാണ്.
കുറച്ചുകൂടെ ഉപ്പിട്ടു. പിന്നെ ഒടുവിൽ നോക്കിയിട്ടിടാം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വളരെ കുറച്ച് പെരുംജീരകം, പിന്നെ 1.5 സ്പൂൺ കായപ്പൊടി ഇതുകൂടെ ഇട്ട് കൊടുക്കും. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് നേരത്തെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടല കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. കടല 6-7 വിസിൽ വന്നു. ഇനി ഇത് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ കടല തുറന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഒന്ന് ഇളക്കി ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ കടലക്കറി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിൽ കടുകും കുറച്ച് ജീരകവും ഇട്ട് കടുക് പൊട്ടിക്കും. അടച്ച് വെച്ച് കടുക് പൊട്ടുമ്പോൾ അടച്ച് വെച്ച് ഓഫ് ചെയ്യുക. കടുക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. കടുക് പൊട്ടി തീർന്നിട്ട് നമുക്കത് കടലയുടെ മുകളിലോട്ടിടാം. കടുകും ജീരകവും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്, കടലയുടെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി അതിലേക്കിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉള്ളി നല്ലപോലെ വഴലുമ്പോൾ മുളകിടാം. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് അതിന് മുകളിലേക്ക് ഒഴിക്കും. കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഓക്കെ, താങ്ക് യു.